ചാടി 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 ഇതിനകത്ത് പല അസുഖക്കാർ കാണും, ഗർഭിണികൾ കാണും. ബസ്സിനകത്ത് വേണം പ്രസവിക്കും. പുതിയ ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പത്തനംതിട്ട പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിലും ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിനകത്തെ റോഡിൽ കൂടി സഞ്ചരിച്ച് മാത്രമേ പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിക്കാവൂ എന്ന് ഗതാഗത ഉപദേശക സമിതിയുടെ കർശന നിർദ്ദേശം. പഴയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശം. പഴയ ബസ് സ്റ്റാൻഡിനകത്തെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ എങ്ങനെ ബസ് ഓടിക്കുമെന്നാണ് ബസ് ഡ്രൈവർമാർ നിസ്സഹായതയോടെ ചോദിക്കുന്നത്. റോഡോ ഹൈവേ പോലെ കിടക്കുമല്ലേ, ചാടി ചാടി ഹെവി ഹൈവേ. ഇതെന്തുവാ ഇത്? അവിടെ മുതൽ നേരത്തെ ഭയങ്കര കുഴിയായിരുന്നു, ഇപ്പൊ ചൂടെ അത് ചാട്ടമായി. അടിയൊക്കെ ഇടിക്കുക, ഇത് ഫ്രണ്ടൊക്കെ അടിയിടിച്ച് കംപ്ലൈന്റാ. എന്തോ ചെയ്യാനെന്ന് പറ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക്, കുറെ പ്രൈവറ്റ് വണ്ടികളും ഉണ്ട് ഇവിടെ അപ്പുറം ഇപ്പുറം. ഞങ്ങൾക്ക് സമയമുണ്ട്, ഓരോ സമയമുണ്ട്, 5 മിനിറ്റൊക്കെ പാസ് ചെയ്ത് പോകേണ്ട സമയങ്ങളാണ്. ആ സമയത്ത് പോലും വണ്ടികൾ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പോലും എത്താൻ പറ്റത്തില്ല. നേരെ പോയി കഴിഞ്ഞാൽ പെറ്റി 500 രൂപ പെറ്റി, അല്ല 1000 രൂപ പെറ്റി. ഇതിലെ പോയി കഴിഞ്ഞാൽ സമയം നഷ്ടം, ഞങ്ങൾക്ക് ട്രിപ്പ് പൊട്ടു, അങ്ങനത്തെ സ്റ്റാൻഡ് പൊട്ടു, അങ്ങനത്തെ ഒത്തിരി പരിപാടികളാണ്. 4 മിനിറ്റ് അല്ല 5 മിനിറ്റ്, 5 മിനിറ്റ് അല്ല അതിൽ കൂടുതൽ വേണം. നഷ്ടമാണ്, ഓടിനെത്താൻ പറ്റും. ഇപ്പൊ സ്റ്റാൻഡിൽ ചില സമയം കഴിഞ്ഞു. എന്തോ ചെയ്യുന്നത്? ആരും കണ്ണു തുറക്കുന്നില്ല. ഇത് ഒരു പ്രയോജനം. ഇപ്പൊ ഇത് കുറെ മക്കൾ കൊണ്ടിട്ടു, എന്ത് പ്രയോജനം അതിനകത്ത്? അത് മഴ പോകും, പിന്നെ അത് കല്ലാകും, വലിയ കല്ലുകളാ, മൊത്തം കല്ലുകളാ. ചാടി 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 ഇതിനകത്ത് പല അസുഖക്കാർ കാണും, ഗർഭിണികൾ കാണും. ബസ്സിനകത്ത് വേണം പ്രസവിക്കും. അതുപോലത്തെ അവസ്ഥയാ. ഗട്ടറിൽ ചാടി വാഹനങ്ങളുടെ അടിഭാഗം ഇടിക്കുന്ന അവസ്ഥയാണെന്നും ഡ്രൈവർമാർ പറയുന്നു. അവിടെ തൊട്ടേ പൊളിഞ്ഞു കിടക്കും മൊത്തം. ഇത്തിരി വണ്ടിയൊന്നും കയറി വരാൻ പോലും അതിന്റെ അടി തട്ടു. ഇത് ഒറിജിനലേ വരാൻ പറ്റത്തുള്ളൂ. തട്ടിയിട്ടുണ്ട്, ആ കയറുന്നിട്ട് തട്ടിയിട്ടുണ്ട്. ബസ്സുകൾ മാത്രമല്ല, പഴയ ബസ് സ്റ്റാൻഡിനകത്തെ പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെ മറ്റു വാഹനങ്ങളും ഏറെ ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത്. പത്തനംതിട്ട നഗരസഭയുടെ ഉടമസ്ഥതയിലാണ് പഴയ ബസ് സ്റ്റാൻഡ്. നഗരസഭയ്ക്ക് ഫണ്ട് കുറവായതിനാൽ റോഡിന്റെ അറ്റകുറ്റപ്പണിയും നടത്താൻ കഴിയുന്നില്ല. പഴയ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗം പാർക്കിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് നഗരസഭ. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമെങ്കിലും ഉപയോഗിച്ച് റോഡ് ഒന്ന് നന്നാക്കിക്കൂടെ എന്നും ബസ് ഡ്രൈവർമാർ ചോദിക്കുന്നു. പത്തനംതിട്ട പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഈ കുണ്ടും കുഴിയുമൊക്കെ എന്ന് നികത്തും എന്നാണ് ബസ് ഡ്രൈവർമാരും ഒപ്പം തന്നെ മറ്റ് വാഹന യാത്രികരുമൊക്കെ ചോദിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.